സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള അന്തരീക്ഷം ഇതുവരെ ബംഗ്ലാദേശിലായിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. ധാക്കയിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഡോക്ടർ ഷഫീഖുർ റഹ്മാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൌൺസിൽ അവലോകനം ചെയ്തതായി വ്യക്തമാക്കി. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായി. ഇതുവരെ 75,000-ലേറെ തീർത്ഥാടകരാണ് ഇന്ന് സന്നിധാനത്തെത്തിയത്. പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരി മരക്കൂട്ടം വരെ നീണ്ടിരിക്കുകയാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എത്താൻ ഇപ്പോൾ 7 മണിക്കൂറോളം സമയമെടുക്കുന്നു. 100 മുതൽ 110 വരെ സീറ്റ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഓരോ മണ്ഡലത്തിനു വേണ്ടിയും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കാനും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പരമാവധി ക്ഷേമ പ്രഖ്യാപനങ്ങളിലൂടെ ജനപ്രിയ ബജറ്റാവും അവതരിപ്പിക്കുക. 3.5 മണിക്കൂറിലേറെ നീണ്ട യോഗത്തിലാണ് തുടർ ഭരണത്തിനുള്ള വഴികൾ വ്യക്തമാക്കി മുഖ്യമന്ത്രി മന്ത്രിമാരെ അഭിസംബോധന ചെയ്തത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വി അരുൺ വിവരങ്ങളുമായി. അരുൺ, വയനാട്ടിൽ ലക്ഷ്യ 2026 പൂർത്തിയായതിനു പിന്നാലെയാണ് ഇപ്പോൾ എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത്, CPM ലക്ഷ്യമിടുന്നത്, മന്ത്രിസഭ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ ചെറിയ സൂചനകൾ പുറത്തു വരുന്നത്. എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? 3.5 മണിക്കൂർ നീണ്ട വിശദമായ യോഗമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരമാണ് ആ യോഗം നടന്നത്. കൃത്യമായി മരണത്തിലേക്കുള്ള വഴികളാണ് പോരായ്മകൾ നോക്കിയാണ് ഓരോ കേന്ദ്രത്തെ കാര്യങ്ങൾ വിശദമാക്കിയ എങ്ങനെ അരുണിലേക്ക് മടങ്ങിയെത്താം. സാങ്കേതിക തടസ്സമുണ്ട്. ഇന്ന് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ന്യൂസ് 18 എക്സ്ക്ലൂസീവായി ഇപ്പോൾ പുറത്ത് വിടുന്നത്. 100 മുതൽ 110 സീറ്റുകൾ വരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനാണ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. 140 മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കണം. പരമാവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കണം എന്നൊക്കെയാണ് നിർദ്ദേശങ്ങൾ. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? 3.5 മണിക്കൂർ നീണ്ട വിശദമായ യോഗമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകുന്നേരം ചേർന്നത്. 7:30 മണിയോട് കൂടിയാണ് യോഗം അവസാനിച്ചത്. 100 മുതൽ 110 സീറ്റ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്ന 100 മുതൽ 110 സീറ്റ് വരെ നേടാൻ ഇടതുമുന്നണിക്ക് കഴിയണം. ആ രീതിയിലാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം വേണം. ഓരോ മണ്ഡലത്തിനും പ്രത്യേക ആക്ഷൻ പ്ലാൻ വേണം. വികസന പദ്ധതികൾ ഏതുവരെ എത്തിയെന്ന നേരത്തെ തന്നെ റിവ്യൂ തുടങ്ങിയിരുന്നു. ഇന്നത്തെ യോഗത്തിലും അതിന്റെ റിവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് കൃത്യസമയം, ഈ ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്, കൃത്യ സമയക്രമം പാലിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കണം. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായ ഇടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. മന്ത്രിമാർ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ചുമതലയുള്ള ജില്ലകളിൽ കൂടി മന്ത്രിമാർക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ വികസന പദ്ധതികൾ ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് അതുകൂടി കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടിയുള്ള വിപുലമായ പ്രചരണ പരിപാടികൾ വേണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നത്. കുറവ് പരിഹരിക്കാൻ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങൾ വേണം. അതിന് മറ്റ് സർക്കാർ സംവിധാനങ്ങളും പാർട്ടി സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. വിവാദങ്ങളെ വികസനം കൊണ്ട് മറികടക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന അവസരമാണ് വരാൻ പോകുന്ന ബജറ്റ്. അത് ജനകീയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറയുമെന്ന ഉറപ്പാണ്. അത്ര സൂചനകൾ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനിലും വർധനയുണ്ടായേക്കും. പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. സർക്കാർ ജീവനക്കാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലും ഉണ്ടാകും. കോൺഗ്രസിന്റെ ലക്ഷ്യ സമ്മിറ്റ് കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. അതിലൂടെ കോൺഗ്രസ് വാർത്തകൾ നിറയുമ്പോൾ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും
പ്രചരണങ്ങളും വേണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. 3.5 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചയാണ് ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. മന്ത്രിമാർ ഈ യോഗത്തിൽ അവരുടെ അഭിപ്രായങ്ങളും വ്യക്തമാക്കി. ഒരു ഭരണവിരുദ്ധ വികാരം എന്നത് വലിയ രീതിയിലില്ല എന്നൊരു പൊതുവിലയിരുത്തലാണ് സർക്കാരിനും ഉള്ളത്. ചില പ്രാദേശിക വിഷയങ്ങളും സർക്കാരിനോടുള്ള ചില പ്രശ്നങ്ങളും മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്. അതൊക്കെ മറികടന്നുകൊണ്ട് ഭരണ തുടർച്ചയിലേക്ക് എത്താമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഇന്നത്തെ യോഗത്തിലും മുഖ്യമന്ത്രി പങ്കുവച്ചത്. മന്ത്രിമാരും അതിനോട് യോജിക്കുകയായിരുന്നു. ഏതായാലും കോൺഗ്രസ് 100 സീറ്റ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ 100 മുതൽ 110 എന്ന വലിയ ടാർഗറ്റിലാണ് ഇടതുമുന്നണി മുന്നോട്ട് പോവുക. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായത്. ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മന്ത്രിമാർക്ക് എംഎൽഎമാരുടെ നേതൃത്വം തന്നെ മുഖ്യമന്ത്രി ഇത്തരം എംഎൽഎമാരുടെ യോഗം വിളിച്ചിരുന്നു. ഓരോ മണ്ഡലത്തിലെയും പ്രഖ്യാപിച്ച പദ്ധതികൾ എന്തൊക്കെയാണ്, അത് എത്രത്തോളം പൂർത്തിയായി, എവിടെയാണ് അതിന് തടസ്സങ്ങളുള്ളത്, അതൊക്കെ നീക്കാനുള്ള നടപടികളായി മുന്നോട്ട് പോകാൻ എംഎൽഎമാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന് തുടർച്ചയാണെന്ന് മന്ത്രിമാരുടെ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന ദിവസമാണ്. അതിനുശേഷം വൈകിട്ട് ഒരു പ്രത്യേക യോഗമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരുടേത് വിളിച്ചു ചേർത്തത്. ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ആ യോഗത്തിൽ പങ്കെടുത്തു. 3.5 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചയും ആക്ഷൻ പ്ലാൻ അവതരണവുമാണ് ആ യോഗത്തിൽ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വിവാദങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. വികസനം ഊന്നിപ്പറയണം. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. പരമാവധി അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. സർക്കാർ ചെയ്ത പല നല്ല കാര്യങ്ങളും ജനങ്ങൾ അറിയാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായത്. അത്തരം സാഹചര്യം ഇനി ഉണ്ടാകരുത്. അമിത ആത്മവിശ്വാസം വിനയായിരുന്നു. ക്ഷേമ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ അത് മാത്രം മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അങ്ങനെ മാത്രം പോരാ, സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായ ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശിച്ചു. 100 മുതൽ 110 ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി 3.0 മുന്നിട്ടിറങ്ങാനാണ് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അരുൺ, ഏതാണ്ട് പിണറായി 3.0 എന്നത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതും അതീവ ആത്മവിശ്വാസത്തോടെ വലിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച ധൈര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ LDF നേരിട്ടതുമൊക്കെ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായൊരു വിലയിരുത്തൽ ഈ യോഗത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളും റിവ്യൂ ഉണ്ടായിരുന്നു. അതായത് തിരിച്ചടി നേരിട്ട കാര്യങ്ങളുടെ റിവ്യൂ ഉണ്ടായിരുന്നു. ഓരോ പദ്ധതികളുടെയും റിവ്യൂ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഈ വികസന പദ്ധതികൾക്കപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ കാര്യങ്ങളുടെ അവലോകനമൊക്കെ മുന്നണിയും പാർട്ടികളും നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം ചെയ്യാനാകുമെന്ന കാര്യമാണ് പ്രധാനമായും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. സർക്കാർ ഇതുവരെ നടത്തിയ പദ്ധതികൾ ഓരോ മണ്ഡലത്തിന്റെയും കൃത്യമായ കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത്. എങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങൾ മറികടക്കാം, തിരിച്ചടി ഉണ്ടായ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മന്ത്രിമാർ ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത കാട്ടണം. അവർ അവരുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, ഈ അവരുടെ ജില്ലകളിൽ ഓരോ മന്ത്രിമാർക്കും ജില്ലകളിൽ ചുമതലയുണ്ട്. ആ ജില്ലകളിൽ കൂടി അവരുടെ കൃത്യമായ ശ്രദ്ധ വേണം. ഇനിയുള്ള ദിവസം പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത്. രാഷ്ട്രീയ പാർട്ടികളുടെ അവലോകനങ്ങൾ തെരഞ്ഞെടുപ്പ് നടപടികളുമൊക്കെ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. CPM-ന്റെയും CPI-യുടെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ മെഷീനറികൾ ആ രീതിയിൽ പ്രവർത്തിക്കും. വലിയ വിപുലമായ പ്രചരണ പരിപാടികൾക്കാണ് തയ്യാറെടുക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷം ഭരണത്തുടർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടായില്ലെങ്കിൽ എന്താണ് നാടിനെ സംഭവിക്കാൻ പോകുന്നത് എന്നതിനുള്ള പ്രചരണം സർക്കാർ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. മന്ത്രിമാർ മണ്ഡലങ്ങളിലേക്ക് പോകാനാണ് നിർദ്ദേശം. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി ജനങ്ങളുമായി സംവദിക്കേണ്ട ഇടങ്ങളിൽ അത്തരം സംവാദങ്ങൾ ഉണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രദേശത്തിന്റെ പ്രത്യേക മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. 100 മുതൽ 110 വരെ സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. 3.5 മണിക്കൂർ നീണ്ട യോഗത്തിലാണ് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറായിരിക്കുന്നത്.